നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്നലെ 4 മരണം. ആലപ്പുഴയിൽ കാർ കനാലിലേക്ക് വീണ് ബിജോയ് ആന്റണി എന്നയാളും പത്തനംതിട്ടയിൽ ബൈക്ക് തോട്ടിൽ വീണ് പ്രവീൺ എന്നയാളും മരിച്ചു. കണ്ണൂർ അഴീക്കോട് കുളത്തിൽ നീന്താനിറങ്ങിയ 21-കാരൻ ഇസ്മായിലും മരം വീണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് ജീവനക്കാരനും മരിച്ചു. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ, പനത്തടി തുടങ്ങിയ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കണ്ണൂരിലെ കൊട്ടിയൂർ അക്കരെ ക്ഷേത്രത്തോട് ചേർന്ന് ബാവാലിപ്പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ കുത്തൊഴുക്കിൽ തകർന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴ കരം കവിഞ്ഞൊഴുകുകയാണ്. കോഴിക്കോട് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുല്ലാട് പുഴയ്ക്ക് കുറുകെയുള്ള വായാട് പാലം മലവെള്ളപ്പാച്ചിലിൽ അപകടാവസ്ഥയിലായി. പാലക്കാട് അട്ടപ്പാടി ചുരം 9-ാം വളവിൽ കൂറ്റൻപാറ വീണ് ഗതാഗത തടസ്സം ഉണ്ടായി. എറണാകുളത്തെ കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. കണ്ണമാലി ചെല്ലാനം റോഡ് മുങ്ങി. 2ഇടത്തും കടൽ ഭിത്തി തകർന്നത് സ്ഥിതി രൂക്ഷമാക്കി. കൊല്ലം പൊളയത്തോട് റെയിൽവേ ട്രാക്കിന് കുറുകെ മരം വീണതിന് പിന്നാലെ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതവും നിലച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ 14 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി. ഇതിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലും ഇന്ന് അവധിയാണ്. നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും അറിയിപ്പിലുണ്ട്. പമ്പ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭക്തർ പമ്പ ത്രിവേണിയിൽ കുളിക്കുന്നതിനും നദിയിൽ ഇറങ്ങുന്നതിനും ജില്ലാ കളക്ടർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. പമ്പ ത്രിവേണിയിലെ വാഹന പാർക്കിങ്ങും താൽക്കാലിക നിയന്ത്രണമുണ്ട്. പമ്പ സന്നിധാനം പാതയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ മല കയറുമ്പോൾ ഭക്തർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾക്ക് ആവേശമായി ഇന്നലെ നിലമ്പൂരിൽ പ്രമുഖ നേതാക്കളുടെ പട. UDF അണികളിൽ ആവേശം വിതറി പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നടത്തിയപ്പോൾ സ്വരാജിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞ 3 ദിവസമായി മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുകയായിരുന്നു.